എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോർമൽ സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി തികയാണ്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനർ സ്ലീവാണിത്. നിങ്ങളിതൊന്ന് തയ്ച്ചു നോക്കൂ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ നോർമൽ സ്ലീവ് നമ്മൾ വെട്ടി വയ്ക്കണം. അതിൻ്റെ മുകളിലത്തെ നീളം 6 ഇഞ്ചും താഴ്ഭാഗത്തെ 3 ഇഞ്ചും ആണ്. കൈയുടെ വീതി നമ്മൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. ഇനി നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ താഴ്ത്തിയതിന് ശേഷം ഒരു മാർക്കിങ് കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായി വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ 1.5 ഇഞ്ച് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിലൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളതിൽ ഒരു പീസ് എടുത്ത് ഇതുപോലെ വെച്ച് നമുക്കൊരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഒരിക്കലും ഇതുപോലെ വെച്ചതിന് ശേഷം കട്ട് ചെയ്യരുത്. ഇങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ മറിച്ച് വെച്ച് നമുക്ക് ഇതും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 2 പീസും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇത് അതിൻ്റെ മുകളിലാക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ്. ആദ്യം ഇതുപോലെ ഒരു പീസ് വെക്കാം. നല്ല ഭാഗം മുകളിലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 പീസ് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഈ പേപ്പറിൻ്റെ തലപ്പിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് ഭാഗം അവിടെ നിർത്തിയതിന് ശേഷം ബാക്കി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശങ്ങളെല്ലാം ഒന്ന് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അരികുവശത്തെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കുക.
അപ്പം നമുക്ക് നല്ല നീറ്റിൽ തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ വീതി 2 ഇഞ്ചാണ്, നീളം നമുക്കൊരു 10-11 ഇഞ്ചൊക്കെ എടുക്കാം. അതുപോലുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഈ പീസ് 2ആക്കി മടക്കി നമുക്ക് ഇവിടെ വെച്ച് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് കൂടുതലായി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ഈ റോസ് തുണി നമ്മൾ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്ലോത്ത് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇപ്പം തയ്ച്ചെടുത്ത പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം 2 പീസും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്രോസ് പീസാണ്. നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ചെറിയൊരു ക്രോസ് പീസ്. ഈ ക്രോസ് പീസ് നമുക്ക് ഇതിൻ്റെ ഈ കൂർപ്പ് ഭാഗത്ത് വെച്ച് തയ്ച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ 2 മടക്കാക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അധികം വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് തന്നെ അതിൻ്റെ തലപ്പിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ തലപ്പിലോട്ടാക്കി വേണം വെച്ച് കൊടുക്കാൻ. ഈ ഭാഗം ക്ലിയറായി തന്നെ വരണം. ഫ്രണ്ടിലോട്ട് കുറച്ച് തള്ളി നിൽക്കുവേ. ഇനി നമ്മളിത് താഴ്ഭാഗം വരെ 1/4 ഇഞ്ച് വിട്ട് അടിച്ചെടുക്കാം. ക്ലോത്തും നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം 1/4 ഇഞ്ച് മടക്കി നമുക്ക് താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഒരുപാട് സ്ലീവ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺ വെച്ചതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.